ഇമോഷണൽ പടമാണ്, നല്ല രസമുള്ള പടമാണ്, സൂപ്പർ പടം. സാധാരണക്കാരന്റെ പടം, അടിപൊളി പടം, നല്ല പടം. ഒന്നും പറയണ്ട, സൂപ്പറാക്കി അടിപൊളിയാണ് വിനയ് ഫോർട്ട്. അതുപോലെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. എപ്പോൾ വിളിക്കുകയാണെങ്കിലും എന്നെ വിളിച്ചിട്ട് തിരക്കാണെങ്കിൽ പോലും എന്താണ് അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ തിരിച്ചു വിളിക്കും. കുറേ നേരം ചിരിച്ച് സംസാരിക്കും. ഫുള്ള് സപ്പോർട്ടാണ്, പെരുമാറ്റത്തോട്ടുള്ള ബന്ധമാണ്. എന്തായാലും അടിപൊളിയാണ് എല്ലാവരുടെ അഭിനയം. എന്തായാലും ഒരു സാധാരണ പടം, ഇമോഷണൽ പടം, സൂപ്പർ പടം, കോമഡി എല്ലാം ഉണ്ട്. എല്ലാവരും വന്ന് കാണുക. നമ്മുടെ പടം കുഞ്ഞു പടമാണ്, വിജയിപ്പിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പടത്തിൽ എല്ലാവരും വരിക. എന്തായാലും പടം അടിപൊളിയാണ്, എല്ലാവരും കാണുക. പിന്നെ പടങ്ങളുണ്ട്. നല്ല പടമാണ്, മസ്റ്റ് വാച്ച് ഫാമിലി മൂവിയാണ്. എന്താ പറയുക, നമ്മുടെ പെരുമാനിയും സോമൻ്റെ കൃതാവും അപ്പോൾ ആ പടങ്ങളിലൊക്കെ വിനയ് ഫോർട്ട് ചെയ്തേക്കുന്ന റോളുകൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആ കാറ്റഗറി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമയും സംശയം എന്ന് പറയുന്ന സിനിമയും ആ ഒരു ലിസ്റ്റിൽ വരാനുള്ള ചാൻസും ഉണ്ട്. നല്ല സിനിമയാണ്. അവസാനത്തെ ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ കണക്റ്ററാണ്. ഫാമിലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി അമ്മമാരൊക്കെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലാവും, കരയും. നല്ല രസമാണ്. ഇപ്പോൾ സൗണ്ട് ടാഗിൽ അല്ലെങ്കിൽ സംശയം എന്ന് കേൾക്കുമ്പോൾ ഒരു എക്സ്ട്രാ മാരേജ് അങ്ങനെയൊന്നുമല്ല. പടം പക്ക ഫാമിലി മൂവിയാണ്. അതിൽ വിജയാണെങ്കിലും വിനയ് ഫോർട്ടാണെങ്കിലും ഷറഫുദ്ദീനാണെങ്കിലും എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന റോൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മമാരൊക്കെ ഒന്ന് കാണരുതെന്ന് പറയണം. അവിടെ ഭയങ്കര കണക്ഷനാണ് ഫിലിം. എന്തെങ്കിലും പറഞ്ഞാൽ അത് റിവീൽ ആയിപ്പോൾ. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. താങ്ക് യു. കുഴപ്പമില്ല. അത് വിനയ് ഫോർട്ടിൻ്റെ ആയാലും മറ്റേ ഷറഫുദ്ദീൻ്റെ ആയാലും പെർഫോമൻസ് നല്ല കിട്ടില്ല. അത് പടം തുടങ്ങുമ്പോൾ തുടങ്ങി പടത്തിൻ്റെ ആശയം അതിൽ കാട്ടുന്നുണ്ട്. അതായത് സംശയം ആ പടത്തിലൂടെ നീളം കാട്ടുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അതായത് ഒരു കഥയുണ്ട്, ലാസ്റ്റ് ഒരു മെസ്സേജൊക്കെ പറയാനുണ്ട്. ഒക്കെ നല്ല രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞില്ല. എന്തായാലും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എടുത്തു പറയാനാണ് ഇതിൻ്റെ ക്യാമറയൊക്കെ നല്ല രസമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. പിന്നെ നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം. പിന്നെ ഇമോഷണലി കണക്ട് ആവും. എല്ലാം കൊണ്ടും നല്ല പടം. പെർഫോമൻസ് ഒക്കെ ഇഷ്ടം. ഇമോഷണലി കണക്ട് ആവും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇമോഷണലി കണ്ടായോ? ആ പിന്നെ കണക്റ്റായിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ട് തലയ്ക്ക് ഷർഫുദ്ദീനൊപ്പത്തിനൊപ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട വിനയനാണ്. സിനിമ നല്ലതാണ്, സൂപ്പർ ഹിറ്റാണ് ചെറുതായിട്ട് വിനയ് ചെയ്തു വന്നിട്ടുള്ള പടങ്ങളിൽ നിന്നും ഒരു രസമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ് ഇതിനകത്ത് വിനയ്. അതുപോലെ ഇതിൻ്റെ ഓരോ ആളുകളും വളരെ നന്നായിട്ട് വളരെ റിയലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ രീതിയിലാണെങ്കിലും അതിൻ്റെ സംവിധാനത്തിൻ്റെ രീതിയിലാണെങ്കിലും സംഗീതമാണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ടുള്ള നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമക്കപ്പുറത്തേക്ക് ഒരു പുതിയ ആറ്റിറ്റ്യൂഡാണ് ഈ സിനിമയിലൂടെ വന്നിട്ടുള്ളത്. പ്രേക്ഷകർ നിർബന്ധമായി കാണേണ്ട വിനയുടെ ഒരു ആളുകളുടെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിങ് പാറ്റേണും പുതിയ രീതികളുമൊക്കെയാണ്. ഓക്കെ.